ഹലോ. നമ്മൾ നമ്മുടെ മൊഡ്യൂൾ 2-ലെ സെക്കൻഡ് ചാപ്റ്റർ കേട്ടോ. എന്നിട്ട് ചാപ്റ്റർ 7 LP സ്പേസസ് ആൻഡ് കംപ്ലീറ്റ്നെസ് ആൻഡ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നോക്കുന്നത് കേട്ടോ. LP സ്പേസസ്, കംപ്ലീറ്റ്നെസ് ആൻഡ് അപ്രോക്സിമേഷൻ. അപ്പോൾ ക്യാപിറ്റൽ LP എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക കേട്ടോ, നമുക്ക് മാറിപ്പോവരുത്. സ്മോൾ LP ഉണ്ട്, ക്യാപിറ്റൽ LP ഉണ്ട്. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ LP ആണ്. ക്യാപിറ്റൽ LP എന്ന് പറയുന്നത് ഫങ്ഷൻ സ്പേസ് ആണ് കേട്ടോ. ക്യാപിറ്റൽ L, സ്മോൾ L എന്ന് പറയുന്നത് സീക്വൻസിന്റെ സ്പേസും ആണ് കേട്ടോ. അപ്പം അതൊന്ന് ഓർത്ത് വെക്കുക. ക്യാപിറ്റൽ L എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ സ്പേസ് ആണ്. അപ്പം അതിൽ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നോംഡ് ലീനിയർ സ്പേസ് ആണ്. അപ്പം അതിന് കുറച്ച് പ്രിലിമിനറി ആയിട്ട് പറയാം കേട്ടോ. സ്ക്രിപ്റ്റ് എഫ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് മെഷറബിൾ ഫങ്ഷൻസ് ആണ് ഓവർ എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഓൺ ഇ ആണ്. ദാറ്റ് ആർ ഫൈനൈറ്റ് ഓൾമോസ്റ്റ് എവരിവെയർ. അതായത് എക്സ്റ്റെൻഡഡ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആണ്. കിട്ടുന്ന ഫങ്ഷൻ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പേഴ്സോ ഇൻഫിനിറ്റീവ് ആയിരിക്കും. അതെന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഫൈനൈറ്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫൈനൈറ്റ് ആണ്. അത് മെഷറബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ എഫും ജിയും സ്ക്രിപ്റ്റ് എഫ് എന്ന് നമ്മൾ എടുത്തു. ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എടുത്തു. എന്നിട്ട് ഇക്വലൻ്റ് ആന്ന് പറയാന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഇക്വലൻ ടു ജി, അല്ലെങ്കിൽ എഫ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ജി എന്ന് പറയുന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഓൾമോസ്റ്റ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ജി. ഓൾമോസ്റ്റ് എല്ലായിടത്തും അത് ഈക്വൽ ആയാൽ മതി. ഫുൾ എൻറ്റയർ ഇയിൽ ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഓൾമോസ്റ്റ് എല്ലായിടത്തും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ആവണം. ഇനി നമ്മൾ LP സ്പേസിൽ ഇക്വലന്റ് ക്ലാസ്സസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ശരിക്കും LP സ്പേസിലുള്ളത് പി ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ, അതായത് ഇൻ്റഗ്രൽ ഓവർ ഈ മോഡുലസ് ഓഫ് എഫ് റേസ് ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി. അതായത് മോഡുലസ് ഓഫ് എഫ് റേസ് ടു പിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഫൈനൈറ്റ് ആവുന്ന ഫംഗ്ഷനുകളാണ് എവിടെ ഉണ്ടാവുക? LPയിൽ. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ L1-ൽ ഉണ്ടാവുന്ന ഫംഗ്ഷൻ ഏതായിരിക്കും? ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുന്നതാണ് L1. L2 സ്പേസിൽ സ്ക്വയർ ഇൻ്റഗ്രബിൾ ആവുന്നത്, അതായത് മോഡുലസ് ഓഫ് എഫ് ഓഫ് ടു സ്ക്വയർ ഇൻ്റഗ്രൽ ഓവർ ഇ എന്ന് പറയുന്നത് എന്താവണം? ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇങ്ങനത്തെ ഫംഗ്ഷനാണ് L2 സ്പേസിലാണ്. ഇൻ ജനറൽ LP സ്പേസിലുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർലി മോഡ് എഫ് റേസ് ടു പി ലെസ് ദാൻ ഇൻഫിനിറ്റി, അതായത് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഫൈനൈറ്റ് ആവുന്ന ഫംഗ്ഷൻ. അപ്പോൾ LP സ്പേസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സീക്വൻസ് ഓഫ് അതായത് ഫങ്ഷൻസിൻ്റെ സ്പേസ് ആണ്. അവിടെ എങ്ങനത്തെ ഫംഗ്ഷനാണ് ഉണ്ടാവുക? പി ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ, അതായത് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഫൈനൈറ്റ് ആവുന്ന ഫംഗ്ഷൻ. ഇനി എഫ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്രിപ്റ്റ് എഫ് എന്ന് പറഞ്ഞാൽ മെഷറബിൾ ആണ്. പിന്നെ എന്തായിരുന്നു പറഞ്ഞാൽ ഓൾമോസ്റ്റ് എവരിവെയറിൽ എക്സ്റ്റെൻഡ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആവണം. അപ്പം എഫ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യലി ബൗണ്ടഡ് എന്ന് പറയണമെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ എം കണ്ടുപിടിക്കാൻ പറ്റണം, സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെങ്കിൽ നമ്മൾ പറയും ഫംഗ്ഷൻ എന്താണ്? ബൗണ്ടഡ് ആണ് ഓൾമോസ്റ്റ് എല്ലായിടത്തും. ഇനി എന്താ? L ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇക്വലന്റ് ക്ലാസ് ഓഫ് എഫ് വിച്ച് ഈസ് ബൗണ്ടഡ്. കാരണം മോഡ് എഫ് റേസ് ടു ഇൻഫിനിറ്റി എന്നല്ലേ, അപ്പോൾ ബൗണ്ടഡ് ആയി, സോറി, എഫ് റേസ് ടു ഇൻഫിനിറ്റി എന്നല്ല, L ഇൻഫിനിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് എങ്ങനത്തെ ഫംഗ്ഷൻ സ്പേസ് ആണെന്ന് വെച്ചാൽ എസെൻഷ്യലി ബൗണ്ടഡ്. മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആവുന്ന ഫംഗ്ഷനുകളുടെ കളക്ഷനെയാണ് നമ്മൾ L ഇൻഫിനിറ്റി സ്പേസ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ നോം, നമ്മൾ മെട്രിക് പഠിച്ചു അല്ലേ? റിയൽ അനാലിസിസ് 1-ൽ അതുപോലെ മെട്രിക് പോലത്തെ ഒരു ഫംഗ്ഷനാണ് നോം എന്ന് പറയുന്നത്. നോം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഒരു വെക്ടർ സ്പേസിൽ നിന്ന് സെറ്റ് ഓഫ് ഓൾ ആർ, അല്ലെങ്കിൽ ആർ പ്ലസ് യൂണിയൻ സെറ്റ് 0 ഒക്കെ പറയാം കേട്ടോ. അല്ലെങ്കിൽ നോം എന്ന് പറയുന്ന നോമിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ഇപ്പം നോം ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു ആർ. ഒരു ഫംഗ്ഷൻ നോം ആവണമെങ്കിൽ
ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് നോം. ആ ഒരു ഫംഗ്ഷൻ നോം ആവണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഫംഗ്ഷൻ സ്പേസ് ആയതുകൊണ്ട് നോം എഫ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് നോം എഫ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈക്വൽ ടു 0. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. പിന്നെ അടുത്തത് നോം കെ ഇൻറ്റു എഫ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് കെ ഇൻറ്റു നോം എഫ് ആണ്. ആൻഡ് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. നോം എഫ് പ്ലസ് ജി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് പ്ലസ് നോം. ഇതിനെയാണ് നമ്മൾ നോം എന്ന് പറയുന്നത്. അതായത് നോം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. ഡെഫിനേഷനൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. നോം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് ആറിലേക്ക്. നോം എഫിന്റെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. നോം എഫ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈക്വൽ ടു 0 ആയിരിക്കും. നോം കെ എഫ് ഈക്വൽ ടു മോഡ് കെ ഇൻറ്റു നോം എഫ് ആയിരിക്കും. നോം എഫ് പ്ലസ് ജി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് പ്ലസ് നോം ജി. ഈ 3 കണ്ടീഷൻസ് ഉള്ള ഫംഗ്ഷനുകളെയാണ് നമ്മൾ നോം എന്ന് പറയുന്നത്. മെട്രിക് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ വെക്റ്റർ സ്പേസ് ടുഗദർ വിത്ത് എ മെട്രിക് അല്ലേ. അപ്പൊ നോംഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലീനിയർ സ്പേസ് അല്ലെങ്കിൽ വെക്റ്റർ സ്പേസ് ടുഗദർ വിത്ത് എ നോം. ഇനെ നമ്മൾ എന്തെന്ന് പറയുന്നു? നോംഡ് ലീനിയർ സ്പേസ്. എ ലീനിയർ സ്പേസ് ടുഗദർ വിത്ത് എ നോം ഇസ് കോൾഡ് നോംഡ് ലീനിയർ സ്പേസ്. ഇനി കുറച്ച് നോമുകൾക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോം വൺ നോം, അതായത് നമ്മളെ L1 സ്പേസ് ഇല്ലേ, L1 സ്പേസിൽ ഡിഫൈൻ ചെയ്യുന്ന നോമാണ് ജനറലി L1 ഓഫ് ഇ. L1 സ്പേസിൽ എങ്ങനത്തെ ഫംഗ്ഷനുകളാണ് ഉണ്ടാവുക നമ്മൾ പറഞ്ഞു? ഇന്റഗ്രൽ ഓവർ ഇ, മോഡ് എഫ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുന്ന ഫംഗ്ഷനുകളുടെ കളക്ഷനാണ് L1 സ്പേസിൽ. അവിടെ നമ്മളൊരു നോം 1 ഡിഫൈൻ ചെയ്യുന്നത്, നോം 1 എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് ആണ് നോം 1 ആയിട്ട് ഡിഫൈൻ ചെയ്തത്. അപ്പൊ ഈ നമ്മൾ നോം ആണോ നോക്കണല്ലോ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്താ? നോം 1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ 1 എടുത്തു. അത് ഇന്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ആണ്. മോഡ് എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. പോസിറ്റീവ് ടേമിന്റെ ഇന്റഗ്രലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഫസ്റ്റ് കണ്ടീഷനായി. ഇനി എഫ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് നോക്കണ്ടേ. ഇപ്പൊ എഫ് 0 ആണെങ്കിൽ നമുക്കറിയാം അല്ലെ, ഇന്റഗ്രൽ ഓവർ ഈ 0ന്റെ ഇന്റഗ്രൽ എന്താണ്? 0 ആണ്. ഇനി ഇന്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ഈക്വൽ ടു 0 എന്ന് എടുത്തു. അപ്പോൾ ഇന്റഗ്രൽ 0 ആണെങ്കിൽ നമുക്കറിയാം ഫംഗ്ഷൻ എന്താണ്? ഓൾമോസ്റ്റ് എല്ലായിടത്തും 0 ആണ്. മോഡ് എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവ്രിവെയർ, വിച്ച് ഇംപ്ലൈസ് എന്താണ്? എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവ്രിവെയർ എന്ന് കിട്ടും. ഫസ്റ്റ് കണ്ടീഷനായി. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? നോം ഒരു ആൽഫ ഇൻറ്റു എഫിന് നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റണം? മോഡ് ആൽഫ ഇൻറ്റു നോം എഫ് എന്ന് എഴുതാം. ഇപ്പൊ നോം 1 അല്ലേ ഇവിടെ. അതെന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ ഈ മോഡ് ആൽഫ എഫ്. മോഡ് എ ബി എന്ന് പറഞ്ഞാൽ മോഡ് എ ഇൻറ്റു ഇന്റഗ്രൽ ഓവർ ഈ മോഡ് എഫ്. ഇതെന്ന് പറയുന്നത് മോഡ് ആൽഫ ഇൻറ്റു നോം F1. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. ഇനി ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. നോം എഫ് പ്ലസ് ജി എടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് പ്ലസ് ജി ആണ്. മോഡിന് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി ഉണ്ട്. ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് പ്ലസ് മോഡ് ജി, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇന്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് പ്ലസ് ഇന്റഗ്രൽ ഓവർ ഈ മോഡ് ജി. ഇതെന്ന് പറയുന്നത് നോം F1 പ്ലസ് ഇതെന്ന് പറഞ്ഞ നോം G1. 1 നോം ആണല്ലേ. അപ്പൊ ഇതൊന്ന് നോം എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം 1 പ്ലസ് നോം ജി കിട്ടും. അപ്പോൾ 1 നോം ഇന്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് എന്ന് പറയുന്നത് L1 സ്പേസിൽ ഒരു നോം ആണെന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി L ഇൻഫിനിറ്റിയിൽ എന്ത് ചെയ്താൽ മതി? നോം എഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് ദി അപ്പർ ബൗണ്ട്സ്. അപ്പർ ബൗണ്ടുകളുടെ ഇൻഫിമം എടുത്താൽ മതി നമ്മൾ. അപ്പൊ അപ്പർ ബൗണ്ട് എന്താണെങ്കിലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യില്ലേ. കാരണം എന്താ? അപ്പർ ബൗണ്ടിന്റെ വാല്യൂ
എം എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി അപ്പർ ബൗണ്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ബാക്കി അപ്പർ ബൗണ്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മേളിലേക്ക് ഫംഗ്ഷൻ വാല്യൂ ഒക്കെ 0 ആയിരിക്കണം. അപ്പൊ എഫ് ഈക്വൽ ടു 0 ആവുമ്പോഴേ അപ്പർ ബൗണ്ട് ഈക്വൽ ടു 0 ആവുള്ളൂ. അങ്ങനെ എല്ലാ കണ്ടീഷൻസും ഹോൾഡ് ചെയ്യും കേട്ടോ. അപ്പൊ എൽ ഇൻഫിനിറ്റിയിലെ അപ്പർ ബൗണ്ട് ഓഫ് എസെൻഷ്യൽ അപ്പർ ബൗണ്ട്സ് ഓർ എഫ് ആണ് നമ്മളെ നോം ഇൻഫിനിറ്റി ആയിട്ട് ഡിഫൈൻ ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു എൽ വൺ സ്പേസിലെ നോം 1 എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് ആണ്. ഇനി ജനറൽ പറയാണ് കേട്ടോ. L2 സ്പേസിലെ നോം എന്ന് പറയുന്നത് നോം 2 ആണ് ജനറൽ നോം. അതെന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് സ്ക്വയർ ഹോൾ റേസ് ടു 1/2 ആണ് കേട്ടോ. നിങ്ങൾ പഠിച്ചു വെക്കുക. എൽ പി സ്പേസിലത്തെ ഇൻ ജനറൽ നോം, ഈ എൽ പി സ്പേസ് പഠിച്ചാൽ മതി. അപ്പൊ L2 L1 ഒക്കെ പറയാൻ പറ്റും. അതായത് ഇന്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി ദ ഹോൾ റേസ് ടു 1/p. ഇതാണ് എൽ പി സ്പേസിലെ നോം പി. ഇൻ ജനറൽ ആണ് കേട്ടോ പറഞ്ഞത്. ഇപ്പൊ നോക്കിക്കേ, 1 <p < ആണ്. എഫ് എൽ പി സ്പേസിലുള്ളതാണ്. എൽ പി സ്പേസിലുള്ളതാവുമ്പോൾ ഇന്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി < ആവുന്ന എഫുകളുടെ കളക്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൂവ് ചെയ്യാണ് കേട്ടോ. നോമിന്റെ കണ്ടീഷൻ എന്തൊക്കെയായിരുന്നു? നോമിക് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. മോഡുലസ് ആണ്. മോഡുലസിന്റെ അപ്പോൾ ഇന്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി ദ ഹോൾ റേസ് ടു 1/p. അപ്പോൾ മോഡുലസിന്റെ വാല്യൂ എന്താണെങ്കിലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇന്റഗ്രലിന്റെ വാല്യൂ ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ പീത്ത് റൂട്ടും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നോം എഫ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രലിന്റെ വാല്യൂ റൂട്ടിന്റെ വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇന്റഗ്രലിന്റെ വാല്യൂ ഈക്വൽ ടു 0 ആണ്. ഇന്റഗ്രലിന്റെ വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ മോഡ് എഫ് റേസ് ടു പി 0 ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? എഫ് ഓൾമോസ്റ്റ് എഫ് ഈക്വൽ ടു 0 ഓൾമോസ്റ്റ് എവ്രിവെയർ എന്ന് പറയാം. ഇനി നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ കേട്ടോ. നോം ആൽഫ എഫ് പിനെ ഇന്റഗ്രൽ ഓവർ ഈ മോഡ് ആൽഫ എഫ് റേസ് ടു പി ദ ഹോൾ റേസ് ടു 1/p എന്ന് എഴുതി. അപ്പൊ ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ഇന്റഗ്രൽ ഓവർ ഈ മോഡ് ആൽഫ റേസ് ടു പി നോം എഫ് റേസ് ടു പി ദ ഹോൾ റേസ് ടു 1/p എന്ന് എഴുതും. ഇനി എന്ത് ചെയ്യാ? അത് നമുക്ക് എഴുതാം. നോം ആൽഫ എഫ് പി വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ ഈ മോഡ് ആൽഫ എഫ് റേസ് ടു പി ദ ഹോൾ റേസ് ടു 1/p. ഇതിന് എന്ത് ചെയ്യണം മക്കളെ? നമുക്ക് ഇതിനെ ഇന്റഗ്രൽ ഓവർ ഈ മോഡ് ആൽഫ റേസ് ടു പി മോഡ് എഫ് റേസ് ടു പി ദ ഹോൾ റേസ് ടു 1/p എന്ന് എഴുതാം. അപ്പൊ ഇതിന് മോഡ് ആൽഫ റേസ് ടു പി ദ ഹോൾ റേസ് ടു 1/p എന്ന് പറയുമ്പോൾ എന്ത് വരും? മോഡ് ആൽഫ പുറത്തു വരും. ഇന്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് റേസ് ടു പി ദ ഹോൾ റേസ് ടു 1/p. ഇതെന്ന് പറഞ്ഞാൽ എന്താ? മോഡ് ആൽഫ ഇൻറ്റു നോം പീത്ത് നോം ഓഫ് എഫ് എന്ന് കിട്ടും. ഇനി അവിടെ നമുക്ക് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി പ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി നമുക്ക് ഇവിടെ ഇങ്ങനെ ഡയറക്റ്റ് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വേറെ കുറച്ച് ഇനീക്വാലിറ്റീസ് ഇനി നോംഡ് സ്പേസിൽ പഠിക്കും. അത് വെച്ചിട്ടേ എൽ പി സ്പേസിന്റെ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി നമ്മൾ പ്രൂവ് ചെയ്യുള്ളൂ കേട്ടോ. ഇനി അടുത്തത് കോഞ്ചുഗേറ്റ്. കോഞ്ചുഗേറ്റ് എന്ന് പറയണമെങ്കിൽ ഒരു നമ്പേഴ്സിനെയാണ് കേട്ടോ നമ്മൾ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കോഞ്ചുഗേറ്റ് എന്ന് വിളിക്കാം. ഒരു നമ്പറിനെ പീനെ ക്യൂ എന്ന് പറയും. കോഞ്ചുഗേറ്റ് എന്ന് പറയണമെങ്കിൽ ശരിക്കും പി ബിലോങ്സ് ടു 1, Q ആണ്. Q ബിലോങ്സ് ടു 1, 1 ആണ്. Q എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അത്രയും ഓർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 1/p + 1/q = 1 ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? Q എന്ന് പറയുന്നത് പിയുടെ കോഞ്ചുഗേറ്റ് ആണ്, അല്ലെങ്കിൽ P എന്ന് പറയുന്നത് ക്യൂവിന്റെ കോഞ്ചുഗേറ്റ് ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്താൽ എന്ത് പറയാം? 1/q = 1 - 1/p അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് പറയാം? P - 1/p.
അതായത് 1/q ഈക്വൽ ടു p മൈനസ് 1/p. അതായത് q ഈക്വൽ ടു p/p മൈനസ് 1. അതാണ് ഈ എഴുതിയേക്കുന്നത്. അപ്പോൾ പിയും ക്യൂവും കോഞ്ചുഗേറ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് 1/p പ്ലസ് 1/q ഈക്വൽ ടു എന്തെന്ന് കിട്ടണം? 1 എന്ന് കിട്ടണം. അപ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയാ? കോഞ്ചുഗേറ്റ് ആണെന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പോൾ രണ്ടും 1 ഇൻഫിനിറ്റീൻ്റെ ഇടയിലും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 1ന്റെ കോഞ്ചുഗേറ്റ് എപ്പോഴും എന്തായിരിക്കും? 1ന്റെ കോഞ്ചുഗേറ്റ് p ഈക്വൽ ടു 1 ആണെങ്കിൽ 1 പ്ലസ് 1/q ഈക്വൽ ടു എന്തെന്ന് കിട്ടണം? 1. അപ്പോൾ 1/q ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? 0. അപ്പോൾ q ഈക്വൽ ടു എന്ത് വരും? ഇൻഫിനിറ്റി. 1ന്റെ കോഞ്ചുഗേറ്റ് ഇൻഫിനിറ്റി ആണ്. 2ന്റെ കോഞ്ചുഗേറ്റ് എന്തായിരിക്കും? p ഈക്വൽ ടു 2 ആണെങ്കിൽ 1/2 പ്ലസ് 1/q ഈക്വൽ ടു 1. സോ q ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? 2 തന്നെ കിട്ടും സോൾവ് ചെയ്യുമ്പോൾ. നമ്മളത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഇതിനെയാണ് നമ്മൾ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത്. അതായത് പിയും ക്യൂവും കോഞ്ചുഗേറ്റ് ആണെങ്കിൽ 1/p പ്ലസ് 1/q ഷുഡ് ബി ഈക്വൽ ടു 1. രണ്ടിൻ്റെ വാല്യൂ ഓപ്പൺ 1 ഇൻഫിനിറ്റീൻ്റെ ഇടയിൽ ആയിരിക്കണം. അടുത്തത് പറയുന്നതാണ് യങ്സ് ഇനീക്വാലിറ്റി. യങ്സ് ഇനീക്വാലിറ്റി എന്താ പറഞ്ഞേ? ഫോർ 1 ലെസ് ദാൻ p ലെസ് ദാൻ ഇൻഫിനിറ്റി q is the conjugate of p. q എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു? is the conjugate of p. അങ്ങനെയാണെങ്കിൽ ഏത് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് എയും ബിയും എടുത്താൽ നമുക്ക് എന്ത്? a ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താന്ന് പ്രൂവ് ചെയ്യണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു a റേസ് ടു p/p പ്ലസ് b റേസ് ടു q/q എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പം ഇത് അതായത് p is the conjugate of q ആണെങ്കിൽ ഏത് രണ്ട് പോസിറ്റീവ് നമ്പർ എ ബി എടുത്താലും എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു a റേസ് ടു p/p പ്ലസ് b റേസ് ടു q/q എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ ബാക്കി നമുക്കിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തു പോകാം. പക്ഷേ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഓർത്ത് വെക്കണം. g(x) ഈക്വൽ ടു നമ്മൾ എന്ത്? x റേസ് ടു p/p പ്ലസ് 1/q മൈനസ് എക്സ്. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. x റേസ് ടു p/p പ്ലസ് 1/q മൈനസ് എക്സ് ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇതിനെ നമ്മൾ എന്തായി? g(x) ആയി ഡിഫൈൻ ചെയ്തു. ഇത് നമുക്കറിയാം അല്ലേ? ഇപ്പം g'(x) എന്ന് പറയുന്നത് എന്തായിരിക്കും? x റേസ് ടു പിന്റെ ഡെറിവേറ്റീവ് p ഇൻറ്റു x റേസ് ടു p മൈനസ് 1/p. ഇനി 1/qന്റെ ഡെറിവേറ്റീവ് 0, എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് എക്സ്. അതായത് എന്ത് കിട്ടും? x റേസ് ടു p മൈനസ് 1 മൈനസ് 1. അങ്ങനെയാണെങ്കിൽ g'(x) എവിടെയാ ഗ്രേറ്റർ ദാൻ 0 ആവുക? ഗ്രേറ്റർ ദാൻ 0 ആവണമെങ്കിൽ എക്സിന്റെ വാല്യൂസ് 1നെക്കാട്ടും വലുതാവണ്ടേ? എന്നാലല്ലേ 1ലും ചെറിയ പവറുകൾ എടുത്താൽ 1നെക്കാട്ടും അല്ലേ? ഓപ്പൺ ഇന്റർവൽ 0, 1ന്റെ പവേഴ്സ് എടുത്താൽ നമുക്കറിയാം അതിൻ്റെ വാല്യൂ 1നെക്കാട്ടും എപ്പോഴും ചെറുതായിരിക്കും. 1നെക്കാട്ടും ചെറുതാണെങ്കിൽ g'(xന്റെ വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ g'(x) ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. അതേപോലെ g'(x) എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആയിരിക്കും വെൻ എക്സ് ലെസ് ദാൻ 1. ഈക്വൽ ടു 0 എവിടെയാവുന്നേ? g'(x) ഈക്വൽ ടു 0 ആവുന്നത് എവിടെയാണ്? എക്സ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ഈക്വൽ ടു 1ലാണ് ഡെറിവേറ്റീവ് 0 ആവുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. അവിടെയാണ് നമുക്ക് മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ കിട്ടുക. അപ്പോൾ നമ്മൾ പറഞ്ഞു 0ലാണ് മാക്സിമം അല്ലെങ്കിൽ മിനിമം. അപ്പോൾ 0ന്റെ ഫ്രണ്ടിൽ g'(x) ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് ആണ് അല്ലേ? പിന്നെ 1 ഇത് 1 ആണേ. എക്സ് ഈക്വൽ ടു 1ൽ ഇനി 1 കഴിയുമ്പോൾ g'(x) എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആവുന്നത്. അപ്പോൾ ഇൻക്രീസിങ് ആണ്. അപ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പ്രകാരം എക്സ് ഈക്വൽ ടു 1ൽ നമുക്ക് എന്തായിരിക്കും? മിനിമം വാല്യൂ കിട്ടുക. അത് അങ്ങനെ നോക്കണമെന്നില്ല. നമുക്ക് മിനിമം വാല്യൂ അപ്പോൾ ഇങ്ങനെ നോക്കണം. അപ്പോൾ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് എവിടെയാണ്? എക്സ് ഈക്വൽ ടു 1ലാണ് നമ്മുടെ g(x) എന്ന് പറയുന്ന ഫംഗ്ഷന് മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യാം. അപ്പോൾ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? g(1) ആണ്. g(1) എന്ന് പറയുന്നത് 1 റേസ് ടു p എന്ന് പറയുമ്പോൾ 1 തന്നെ അല്ലേ? 1/p പ്ലസ് 1/q മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം p
പിയും ക്യൂവും കോഞ്ചുഗേറ്റ് ആന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ 1/p പ്ലസ് 1/qന്റെ വാല്യൂ എന്താണ്? 1 ആണ്. 1 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പൊ ജി ഓഫ് എക്സിന് കിട്ടുന്ന മിനിമം വാല്യൂ എന്താന്ന് കിട്ടി? 0. അപ്പൊ ജി ഓഫ് എക്സിന്റെ വാല്യൂ ബാക്കിയുള്ള എല്ലായിടത്തും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി നമുക്ക്. അപ്പൊ ജി ഓഫ് എക്സിന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആണ്. ഇപ്പൊ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ഡിഫൈൻ ചെയ്ത എക്സ് റൈസ് ടു പി ബൈ പി പ്ലസ് 1/q മൈനസ് എക്സ് ആണ്. ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ ഇതിന് നമുക്ക് എന്ത് കിട്ടും? ഒന്ന് റീഅറേഞ്ച് ചെയ്താ എക്സിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് റൈസ് ടു പി ബൈ പി പ്ലസ് 1/q എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാ? രണ്ട് എക്സിന് ഏത് എക്സ് എടുത്താലും ഇങ്ങനെയല്ലേ. അപ്പൊ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? നമുക്കൊരു എയും ബി ഒക്കെ കിട്ടണം അല്ലേ ഇക്വേഷനിൽ. അപ്പൊ അതുകൊണ്ട് എ ബൈ ബി റേസ് ടു ക്യൂ മൈനസ് 1 എന്ന് എടുത്തു. അപ്പൊ ഇതും നമ്മളെ ജി ഓഫ് എക്സ് എടുക്കുന്നത് ഓർത്തു വെക്കണം കേട്ടോ. അപ്പൊ എക്സിന് പകരം എ ബൈ ബി റേസ് ടു ക്യൂ മൈനസ് 1 കൊടുത്തു. ഇനി എക്സ് റേസ് ടു പി ആണല്ലേ. അപ്പൊ എ റേസ് ടു പി ബൈ ബി റേസ് ടു ക്യൂ മൈനസ് 1 ഇൻറ്റു പി, ഒരു 1/p ഉണ്ട്, പ്ലസ് 1/q. അപ്പൊ ഇനി അത് കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാണ് കേട്ടോ. അതായത് ക്യൂ മൈനസ് 1 ഇൻറ്റു പി ഇല്ലേ നമുക്ക്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം 1/p പ്ലസ് 1/q എന്താണ്? ഇക്വൽ ടു 1 ആണ്. ഇതിന് പി പ്ലസ് ക്യൂ ബൈ പി ക്യൂ ഇക്വൽ ടു 1 ആണ്. ഇതിന് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ക്യൂ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? പി ഇൻറ്റു ക്യൂ മൈനസ് 1 എന്ന് എഴുതാം. അപ്പൊ ഇതിലെ ഈ പി ഇൻറ്റു ക്യൂ മൈനസ് 1ന് എന്ത് കൊടുക്കാം? ക്യൂ എന്ന് കൊടുക്കാം. അപ്പൊ 1/p ഇൻറ്റു എ റേസ് ടു പി ബൈ ബി റേസ് ടു ക്യൂ പ്ലസ് 1/q എന്ന് കിട്ടി. പിന്നെ നമുക്കൊരു ബി റേസ് ടു നമുക്ക് ഇപ്പൊ കിട്ടേണ്ട സാധനം എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കാം. നമുക്ക് കിട്ടേണ്ടത് എന്തായിരുന്നു? എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ റേസ് ടു പി ബൈ പി പ്ലസ് ബി റേസ് ടു ക്യൂ ബൈ ക്യൂ. അപ്പൊ നമുക്ക് ഡിനോമിനേറ്ററിൽ ഒരു ബി റേസ് ടു ക്യൂ ഇല്ലേ, അതിനെ കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ത്രൂ ഔട്ട് ഒരു ബി റേസ് ടു ക്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് വരും? നമുക്ക് എ റേസ് ടു പി ബൈ ബി റേസ് ടു ക്യൂ മൈനസ് 1 ഇൻറ്റു ഒരു ബി റേസ് ടു ക്യൂ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ റേസ് ടു പി ബൈ പി ഇൻറ്റു ബി റേസ് ടു പി ബൈ പി ഇൻറ്റു ബി റേസ് ടു ക്യൂ ഇൻറ്റു ബി റേസ് ടു ക്യൂ പ്ലസ് ബി റേസ് ടു ക്യൂ ബൈ ക്യൂ എന്ന് കിട്ടും. ബി റേസ് ടു ക്യൂവും ബി റേസ് ടു ക്യൂവും പോവും. ഇവിടെ നിന്ന് എന്ത് വരും? ക്യൂ മൈനസ് 1 ടേംസ് പോയാൽ ബാക്കി ഒരു ബി ഉണ്ടാവും. അപ്പൊ എ റേസ് ടു പി സോറി ഇവിടെ എ റേസ് ടു പി ഇല്ലായിരുന്നേ. സോ എ ഇൻറ്റു ഇവിടെ ബാക്കി ഒരു ബി അല്ലേ ഉള്ളൂ. എ ഇൻറ്റു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ റേസ് ടു പി ബൈ പി പ്ലസ് ബി റേസ് ടു ക്യൂ ബൈ ക്യൂ എന്ന് കിട്ടും. ഇതാണ് യങ്സ് ഇനീക്വാലിറ്റി. യങ്സ് ഇനീക്വാലിറ്റി എളുപ്പമാണ്. അതിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം. നമ്മൾ സ്റ്റെപ്പ് എങ്ങനെയാ പോവുക? ആദ്യം ജി ഓഫ് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ എക്സ് റേസ് ടു പി ബൈ പി പ്ലസ് 1/q മൈനസ് 1 ആണെന്ന് ഡിഫൈൻ ചെയ്യുക. ഇനി അത് ഇൻക്രീസ് ജി ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, അതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കുക, അവിടെ അതിൻ്റെ മിനിമം വാല്യൂ എന്താണെന്ന് നോക്കുക. മിനിമം വാല്യൂ 0 ആണെന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ജി ഓഫ് എക്സിന് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എന്നിട്ട് എക്സിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഇനി എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എക്സിന് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? എ ബൈ ബി റേസ് ടു ക്യൂ മൈനസ് 1. ഇത് ഓർത്ത് വെക്കണം. ഇതും ജി ഓഫ് എക്സ്. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം പിയും ക്യൂ എന്താണ്? കോഞ്ചുഗേറ്റ് ആണ്. 1/p പ്ലസ് 1/q എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ.